കുട്ടമ്പുഴ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. കൊല്ലപ്പെടുക എന്നത് ആർക്കും അംഗീകരിക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിയാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ ആ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കളക്ടർമാരുമായി ഞാൻ ബന്ധപ്പെടുകയുണ്ടായി. എറണാകുളം ജില്ലാ കളക്ടറോട് ആ കാര്യത്തിൽ മോണിറ്ററിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശവും നൽകി. അവിടെ വനം വകുപ്പിലെയും റവന്യൂവിലെയും ഉദ്യോഗസ്ഥന്മാരെത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തെങ്കിലും ജില്ലാ കളക്ടർ എത്തി അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന നിലപാട് അവർ സ്വീകരിച്ചു. ഇതേ തുടർന്ന് വളരെ വൈകിയാണെങ്കിലും രാത്രി വൈകിയാണെങ്കിലും ജില്ലാ കളക്ടർ അവിടെ എത്തുകയും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അവ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതോടുകൂടിയാണ് സംഘർഷത്തിന് അയവ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം തുടങ്ങിയ സാധാരണ നടത്തിവരുന്ന നിയമപരമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നലെ തന്നെ കളക്ടറുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് കൊടുക്കാനുള്ള സഹായധനം 10 ലക്ഷം 2 ഗഡുക്കളായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിലും ഒരുമിച്ച് ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം ഞാൻ ചെയ്യാമെന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ വരുന്ന വഴിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ്. അത് നേരത്തെ കിട്ടിയ ഫെൻസിങ്ങുകൾ വേലികളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. ട്രെഞ്ച് കുഴിക്കാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ തന്നെ കളക്ടർ കൂടി നടത്തിയ ചർച്ചയിൽ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രെഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടായി. കാരണം നടപടി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഇതിനുള്ള അനുവാദം നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ടെൻഡർ നടപടികൾ ആരംഭിച്ചു. 3 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും വരാം. അപ്പോൾ ഒരു നടപടിക്രമങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ആരും വരാതിരുന്നാൽ മാത്രമേ നെഗോസിയേഷന് സാധിക്കുകയുള്ളൂ. ഇന്നലെ തന്നെ ഇന്ന് ട്രെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോതമംഗലം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവിടെ എത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമുള്ളത് ജില്ലാ കളക്ടർ മുഖാന്തരം ഗവൺമെന്റ് നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നാട്ടുകാർ തന്നെ പലതവണ ഈ വനംവകുപ്പിനെ ബന്ധപ്പെടുമ്പോൾ ഈ വനംവകുപ്പ് ഒരു നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ വാഹനമില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. നിലവിൽ അങ്ങനെ ഈ മറ്റ് ഓഫീസുകളിൽ കൊടുക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ അവിടെ ലഭ്യതക്കുറവാണോ? എന്താണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം? എന്താണ്? അല്ല, വാഹനക്കുറവിന്റെ ഒരു പ്രശ്നം RRT രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട MLA തന്നെ അതിനുള്ള വാഹനം വാങ്ങിക്കാനുള്ള പണം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴും നടപടിക്രമം പൂർത്തിയാക്കി ടെൻഡർ വിളിച്ച് വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ സ്വകാര്യ വ്യക്തി ഒരു കടയിൽ പോയി വാഹനം വാങ്ങിക്കുന്നത് പോലെ വനം വകുപ്പിനോ MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കാമില്ല. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുത്ത സമയമാണ് ഇതിനുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ തന്നെ ഞാൻ കോതമംഗലം MLA ഇവിടെ അവിടുത്തെ ജനപ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ അവരും ഈ പ്രശ്നം പറഞ്ഞു, ഇതിനൊരു കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ടെൻഡർ നടപടികൾക്കുള്ള കാലതാമസം ഒരു പ്രശ്നമാണ്. ഒന്നാമത് വനം വകുപ്പിലെ ചെറിയ ചെറിയ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല. അതിന് പ്രധാന കാരണം അവർക്ക് യഥാസമയം അതിൻ്റെ പണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പണം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടമ്പുഴ, കോതമംഗലം ആ റേഞ്ചുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുള്ള ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും ട്രെഞ്ചുകൾ സ്ഥാപിക്കുന്ന പണം അനുവദിക്കുകയും ടെൻഡർ നടപടിയിൽ പോവുകയും ചെയ്തതാണ്. ആ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള കാലതാമസമാണ് അവിടെ ഉണ്ടാകാൻ കാരണം. വഴിവിളക്കുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷെ അത് ചെയ്യേണ്ടത് എല്ലാം വനംവകുപ്പിന്റെ തന്നെയാണ്. വഴിവിളക്കുകൾ സ്ഥാപിക്കേണ്ട ചുമതലയൊന്നും വനംവകുപ്പിനല്ല. പക്ഷെ ചുമതല വനംവകുപ്പിന്റെ എല്ലാം ഇപ്പം അവിടെ പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ടല്ലോ. റോഡുകളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കൽ, വനപ്രദേശത്ത്
പിന്നെ ഈ വനപ്രദേശങ്ങളിൽ കൂടുതൽ റോഡുകൾ ഉണ്ടാക്കുന്നത് ഒരു ഭൂഷണമാണോ എന്നൊരു ചോദ്യം ഇതിലൂടെ വരുന്നുണ്ട്. രാത്രിയും പകലും ഇല്ലാതെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം കൂടുതൽ ഒരുക്കി കൊടുക്കുന്നതിനനുസരിച്ച്, അതിനുള്ള അനുവാദം കൊടുക്കുന്നതിനനുസരിച്ച് ഇത്തരം അപകടങ്ങൾ മൂർച്ഛിക്കുകയാണ് എന്ന വസ്തുത ഈ കൂട്ടത്തിൽ നമ്മൾ വിസ്മരിച്ചു പോകരുത്. ശ്രീ പറയുന്നത് പോലെ നിരവധി തവണ ഈ ഫെൻസിംഗ് ആവശ്യമൊക്കെ അവർ ഉന്നയിച്ചതാണല്ലോ, പക്ഷെ അന്നൊന്നും ഇതിൽ കൃത്യമായി ഇല്ല എന്നതാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങളൊരു ആവശ്യം ഉന്നയിച്ചു, അടുത്ത നടപടി എന്താ? പിറ്റേന്ന് രാവിലെ പ്രവൃത്തി തുടങ്ങലാണ്. പ്ലീസ് 1 മിനിറ്റ്. അതിൽ സർക്കാരിനങ്ങനെ അതിന് പണം കണ്ടെത്തണം, നിയമപരമായ പരിശോധന നടക്കണം, ഉത്തരവുകൾ പാസ്സാക്കണം. അത് താഴെത്തരം തൊട്ട് മേലേത്തരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉത്തരവ്. ഈ നടപടിക്രമങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്വകാര്യ വ്യക്തി പണം ചെലവ്, ഇപ്പം ഞാൻ പറഞ്ഞു, ഈ പണം കിട്ടിയതുകൊണ്ട്, അപേക്ഷ കിട്ടിയതും അത് പരിഗണിച്ചുകൊണ്ടാണല്ലോ ഇപ്പം ഈ 3 മാസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പണം അനുവദിച്ചത്. അല്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഉറപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ MLA ജനപ്രതിനിധികൾ വന്നപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉറപ്പിട്ട് വെച്ചിട്ടുണ്ട്. ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ജനപ്രതിനിധികളോടല്ലേ സംസാരിക്കും, എല്ലാവരോടും നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് പരിശോധിക്കേണ്ടത്. ആ ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള സ്വാഭാവികമായ ഒന്നാമത്തെ ടെൻഡർ കഴിഞ്ഞു, ആരും വന്നില്ല. പിന്നെ 15 ദിവസം കൊടുത്തില്ല രണ്ടാമത്തെ ടെൻഡറിന്. അടുത്ത 15 ദിവസം കൂടി കൊടുത്താലേ മൂന്നാമത്തെ ടെൻഡർ ആകും. അതും കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ആരാലോചിക്കണം. ഇത് നമ്മുടെ സർക്കാർ സംവിധാനത്തിലെ നടപടിക്രമങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കാലതാമസം ഒഴിച്ച് ഒരു കാലതാമസവും കുട്ടമ്പുഴയിൽ ഉണ്ടായിട്ടില്ല. അതിനകത്ത് വേറെ പ്രശ്നം, ഈ ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് അവിടെ മടങ്ങിയ പല ആളുകളും ഈ വനംവകുപ്പിന്റെ ഓഫീസിൽ അവിടെ ആനയുണ്ട്, വഴിയിൽ ആന നിൽക്കുന്നതായിട്ടുള്ള കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. പക്ഷെ അവർ ഒരു നിർദ്ദേശം, ഒരു അലേർട്ട് കൊടുക്കാനോ അങ്ങനെ ഒരു തരത്തിലുള്ള നടപടിക്കും വനംവകുപ്പ് മുന്നോട്ട് വന്നില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് ഉയർന്നത്. ജനപ്രതിനിധികളാരും അങ്ങനെ പറഞ്ഞില്ല. അവിടെ ഓരോ വ്യക്തികൾക്ക് ഒരുപാട് അഭിപ്രായം, അവിടെ കൂടിയ 100 പേർക്ക് 100 അഭിപ്രായം ഉണ്ടാവില്ല. അല്ലാതെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനപ്രതിനിധികൾ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്പോട്ടിലല്ലല്ലോ ഉള്ളത്. 35-40 കിലോമീറ്റർ അകലെ പ്രതിരോധ നടപടികൾ ഉണ്ടാകും എന്ന് ഏതായാലും വനം മന്ത്രി പറയുകയാണ്. എല്ലാ കാര്യത്തിനും ഉത്തരവാദി വനം മന്ത്രി അല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴും സഹായധനം കിട്ടാത്തത്, പലപ്പോഴും അവിടെ നിന്ന് സാമ്പത്തികമായി വനം വകുപ്പിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാമ്പത്തിക ഞെരുക്കവും അതിൻ്റെ കാരണമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഉടൻ നടപടി ഉണ്ടാകും, കുട്ടമ്പുഴ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകും എന്നാണ് വനം മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറപ്പ് പറയുന്നത്. കുട്ടമ്പുഴ ക്നാശ്ശേരിയിൽ എൽദോസിനെ കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിൽ 7 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിന് ശേഷമാണ് കളക്ടറുടെ ഉറപ്പിൽ നാട്ടുകാർ അയഞ്ഞത്. കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര സഹായം കൈമാറിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ ഉന്നയിച്ച 6 ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതോടെ രാത്രി വൈകിയുള്ള പ്രതിഷേധം അവസാനിക്കുകയായിരുന്നു. കുട്ടമ്പുഴയിൽ ഇന്ന് ഹർത്താൽ ആചരിച്ച് ജനങ്ങൾ പ്രതിഷേധം തുടരും. കൊടുക്കേണ്ടിയ അടിയന്തര ധനസഹായമായ പൈസ, അതിന് ചെക്ക് എൻ്റെ കയ്യിൽ അത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ കുടുംബത്തിലെ പെൺകൾ അവിടെ ഉണ്ട്, എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അത് കൈമാറാം. രണ്ടാമത്തെ, ഇതിവിടെ സംഭവിച്ചത് ഇവിടെ ട്രെഞ്ചിങ് കാര്യം, 8 കിലോമീറ്റർക്കുള്ള ട്രെഞ്ചിങ്, ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രെഞ്ചിങ് DFOയോടും റേഞ്ച് ഓഫീസറോടും വിശദമായിട്ട് ചർച്ച ചെയ്തു. ട്രെഞ്ചിങ് ടെൻഡർ ആയിട്ടുണ്ട്, കോൺട്രാക്ടർ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ ഇന്ന് 16, ഇപ്പോൾ നാളായി, ഇന്ന് വർക്ക് തുടങ്ങും. 5 ദിവസത്തിനുണ്ട്, അത് നമ്മൾ എഴുതി വെക്കാം. 5 ദിവസത്തിനുള്ളിൽ ലൈറ്റ് ഫുള്ള് മെയിൻ്റനൻസ് വർക്ക് തീരും. പിന്നെ ഫുൾ ലൈറ്റ് ഇടാനുള്ളതും ഉടനെ തന്നെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് അത് തീരും. പിന്നെ RRT, ഇവിടെ RRTകൾക്ക് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ള സ്പെഷ്യൽ ടീംസ്, ഇവിടെ ഉള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ള സ്പെഷ്യൽ ടീംസിൻ്റെ വണ്ടി കാര്യത്തിൽ MLA ഓൾറെഡി ഫണ്ട് വെച്ച് വണ്ടി കൊടുക്കാൻ പോകുന്നു ഇവിടെ. പക്ഷേ അത് പർച്ചേസും അതിൻ്റെ പ്രൊസീജിയേഴ്സും ഉണ്ട്. മീൻവൈൽ DFO റേഞ്ച് ഓഫീസർ വാടകയ്ക്ക് എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അത് പാലിക്കും. വാടകയ്ക്ക് RRTക്കുള്ള വണ്ടിയാണ് മെയിൻ പ്രശ്നം. വണ്ടിക്കുള്ള വാടക കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പോയി പുള്ളി 1 മാസമൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. ജോലി കൃത്യമായിട്ട് പുള്ളി പറയില്ല, അത് എവിടെയാണെന്ന് കൃത്യമായിട്ടൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഞാനിവിടെ കുടുംബത്തിന്റെ ആശ്രയമില്ല. അപ്പോൾ യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് പിള്ളേരാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും, ജോലിക്കാർ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ ആനയെ കൊണ്ട് ഭയങ്കര ശല്യമാണ്.
ജനങ്ങൾക്ക് ജീവിക്കാൻ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. അധികാരികൾ കണ്ണു തുറന്ന് എന്തെങ്കിലും ഇനിയൊരു ഇത് ഉണ്ടാവല്ലോ, ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടം ഇത് വേറൊരു വീട്ടിലുണ്ടാവല്ലോ, അത്രേ പറയാനുള്ളൂ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ഒരു ന്യൂസാക്കാനും അല്ലെങ്കിൽ അതിൽ എന്താ പറയണേ ഒരു ആളാകാനും ഒക്കെയാണ് ആളുകളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ആളല്ലേ, ഞങ്ങളുടെ അത്താണ് ഞങ്ങൾ നഷ്ടപ്പെട്ടത്. ഇനിയൊരു വീട്ടിൽ ഇങ്ങനെയൊരു നഷ്ടം സംഭവിക്കാതിരിക്കട്ടെ. ഈ ഒരു പ്രായമായ അപ്പനെയും അമ്മേനെയും ഞങ്ങൾ ഇനി വിട്ടിട്ടിട്ട് ഞങ്ങൾ 100 കിലോമീറ്റർ ദൂരെ അവിടെ എങ്ങനെ ഞങ്ങൾ പോയി ജീവിക്കും? കൂടുതൽ വിവരങ്ങളുമായി കുട്ടമ്പുഴയിൽ നിന്ന് ആസിഫ് മുഹമ്മദും ആൽവിൻ തോമസും ചേരുകയാണ്. ആദ്യം ആസിഫിലേക്ക്. ആസിഫ്, കഴിഞ്ഞ ദിവസം നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. മൃതദേഹം കൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തിയത്. ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമുക്കിപ്പോൾ പരിചിതമാണ്. ഈ എൽദോസിന്റെ മൃതദേഹവുമായി പ്രതിഷേധം 8 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിപ്പിച്ചത് ചില ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്ന അധികൃതരുടെ ഉറപ്പിന്മേലാണ്. അത് എന്തൊക്കെയാണ്? നാട്ടുകാർ അധികൃതർക്ക് മുന്നിൽ വച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ എത്ര ദിവസത്തിനകം പരിഹാരമുണ്ടാകും എന്നാണ് ജില്ലാ കളക്ടർ അടക്കം അവിടെ വന്ന് അറിയിച്ചിരിക്കുന്നത്? ലക്ഷ്മി, തീർച്ചയായും പ്രധാനമായി ഇന്നലെ ഒരു 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകാം എന്നുള്ള കാര്യം അറിയിക്കുകയും അതിൻ്റെ പ്രാരംഭഘട്ടമായി ചെക്കുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് 6 ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രെഞ്ചുകളുടെ നിർമ്മാണമാണ്. ആ നിർമ്മാണം അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കണം എന്നുള്ള ഒരു കാര്യം പറയുകയും അത് ഇന്ന് തന്നെ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കളക്ടർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഈ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്ന കാര്യം, അത് ശനിയാഴ്ചക്കുള്ളിൽ തന്നെ അക്കാര്യത്തിലും ഒരു തീരുമാനം എടുക്കുമെന്നുള്ള കാര്യം അറിയിച്ചു. മറ്റൊന്ന് RRT ടീമുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. RRT ടീമിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അവർക്ക് വാഹനമടക്കം ഉടൻ ലഭ്യമാക്കുന്ന നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്നുള്ള കാര്യവും എന്തായാലും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ എൽദോസിൻ്റെ സഹോദരിക്ക് ജോലി നൽകുന്ന കാര്യത്തിൽ ശുപാർശ നൽകാമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 27-ാം തീയതി വിശദമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്താമെന്നുള്ള കാര്യവും ഇപ്പോൾ കളക്ടർ കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നലെ 8:15 കൂടിയാണ് ഈ ഒരു പ്രദേശത്ത് വെച്ച് എൽദോസിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ തകിടം മറിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ളത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, എൽദോസ് ഇന്നലെ ഈ ഒരു സമയത്ത് ഇവിടെ എത്തുമ്പോൾ എൽദോസ് ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ്. അതായത് ആ സംഭവിച്ച കാര്യം കൃത്യമായി വിവരിക്കുകയാണെങ്കിൽ എൽദോസ് വാഹനം ഇറങ്ങി സുഹൃത്തുമായി സംസാരിക്കുന്നു. അതിനുശേഷം എൽദോസ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് എൽദോസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എൽദോസിൻ്റെ മറ്റൊരു സുഹൃത്ത്, എൽദോസിൻ്റെ കൂട്ടത്തിൽ പഠിച്ച ആൾ ഓട്ടോവുമായി മറ്റൊരാളെ ആക്കാനായി അങ്ങോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം തിരിച്ചു വന്ന സമയത്താണ് ഈ ഒരു ആക്രമണം. അദ്ദേഹം അങ്ങോട്ട് ഓട്ടോയുമായി പോകുന്ന സമയത്ത് തന്നെ ഇവിടെ ആന ഉള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു വന്ന സമയത്ത് ആനയുള്ളതിനാൽ തന്നെ മറ്റ് 2 പേരുടെ കൂട്ടി അദ്ദേഹം വന്ന സമയത്താണ് ഇവിടെ എൽദോസിന് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെടുമ്പോൾ ആ സുഹൃത്താണ് പിന്നീട് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ആ ഓട്ടോറിക്ഷയിൽ പോയി അദ്ദേഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും കടയിലുള്ള ആളുകളെയും വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഇങ്ങോട്ട് ഓടി വരികയും മറ്റും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴേക്കും എൽദോസിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ലൈറ്റർ, അദ്ദേഹത്തിൻ്റെ ബെൽറ്റ്, അദ്ദേഹത്തിൻ്റെ പേഴ്സ് അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ ചിന്നിച്ചിതറിയ നിലയിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ ക്രൂരമായ രീതിയിലുള്ളൊരു ആക്രമണമാണ് ഉണ്ടായത്. നാട്ടുകാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പല ആന ഓടിച്ചതിന് ശേഷം ഞാനിപ്പോൾ നടക്കുന്ന വഴിയിലൂടെ എല്ലാം ആന എൽദോസിനെ ഓടിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് ആന ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ രക്തത്തിൻ്റെ പാടുകളുണ്ട്. അതിനുശേഷം വീണ്ടും അവിടെ നിന്നും എൽദോസ് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തിയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തും രക്തം ഇങ്ങനെ കിടക്കുന്നത് കാണാം. നമുക്കത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് ഇവിടെ ആ ഒരു കാണാം. അതിനുശേഷവും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെയാണ് എൽദോസിൻ്റെ ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ആ ബെൽറ്റിൻ്റെ അവശിഷ്ടം നമുക്ക് കാണാൻ കഴിയും. പിന്നീടും ആന എൽദോസിനെ ചവിട്ടുകയും കുത്തുകയും ചെയ്ത് അത് ആ റോഡ് സൈഡിലേക്ക് എൽദോസിൻ്റെ ശരീരം എത്തുന്നത്. ആ സമയത്ത് വന്ന് എൽദോസിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ആന ആക്രമിച്ചത്. ആ എൽദോസിനെ ആന ആക്രമിച്ച സ്ഥലത്താണ് ഇപ്പോൾ ആസിഫ് നിൽക്കുന്നത്. അവിടെ നിന്നും
അടക്കമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആസിഫ് നൽകിയത്. ആ സ്ഥലം കാണിക്കുകയായിരുന്നു. അവിടെ ആ മനുഷ്യൻ ജീവന് വേണ്ടി അവസാനം പിടഞ്ഞോടിയ ആ സ്ഥലത്ത് നിൽക്കുകയാണ് ആസിഫ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. ഇപ്പോൾ അവിടെ നിന്നും ആൽവിൻ തോമസ് കൂടി ചേരുകയാണ്. ആൽവിൻ, ഈ കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ തന്നെ ഏതാണ്ട് 500-നടുപ്പിച്ച ആളുകൾ ഇങ്ങനെ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ മാത്രം മരിച്ചിട്ടുണ്ട്. അതിനകത്ത് 2023-24 കണക്ക് നോക്കിയാൽ ജൂലൈ വരെയുള്ള ഒരു കണക്കിൽ 154 പേരാണ് പറഞ്ഞിരിക്കുന്നത് ഒരു റിപ്പോർട്ടിനകത്ത്. അപ്പോൾ ഈ തരത്തിൽ ഈ ഒരു പെരുക്ക പട്ടിക നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുന്നതിനേക്കാളും ഒക്കെ അധികം ആളുകൾ ഇങ്ങനെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അസാധാരണമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ മലയോര മേഖലകളിലെ മാത്രമല്ല പലപ്പോഴും നഗരങ്ങളിലും എത്തുന്നുണ്ട്. ജനങ്ങളുടെ ഒരു കൂട്ടായ പ്രതിഷേധം രൂപപ്പെടുന്നുണ്ടോ? അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഒരു പക്ഷേ അധികൃതർക്ക് മുന്നിൽ അത്രയും സജീവമായി എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ഈ കാട്ടാന ആക്രമണങ്ങളും വന്യജീവി ആക്രമണങ്ങളും ഒക്കെയായി വലിയ തോതിൽ അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, ജീവനുകൾ നഷ്ടമാകുന്നതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. ഇതൊക്കെ നമ്മളിത് കാണുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും 2 ദിവസം മുമ്പാണ് നേര്യമംഗലത്തിനടുത്ത് മറ്റൊരു അപകടം ഇതുപോലെ ഉണ്ടാകുന്നത്. അതുതന്നെ നമുക്ക് ഈ കുട്ടമ്പുഴ മേഖലയിലൊക്കെ ഇപ്പോൾ ഇന്ന് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഒരു ആളുകൾ വലിയ ഭീതിയിലാണ്. ഇവർ ജനവാസ മേഖലയിലാണ് ഈ കാട്ടാനകൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. പലയിടങ്ങളിൽ നമുക്കിപ്പോൾ ഇവിടെ പല ആളുകളുണ്ട്, ഇവിടെ വന്നിട്ട് ഇന്നലെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നത് വലിയ ഭീതിയിലാണ്. ഇവർക്ക് ഇതുവഴി നിരന്തരം കടന്നു പോവുകയും സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. കുട്ടികളുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിയാണ്, ഇത് കുട്ടമ്പുഴയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ഈ പ്രദേശത്തൊക്കെയും ആളുകൾ തിങ്ങി പാർക്കുന്ന ഇടങ്ങളാണ്. അവിടുന്ന് വനമേഖലയിൽ കടന്നു വേണം പോകണം എന്നതാണ്. പക്ഷേ അവർ പറയുന്നത് അതിന് ചില മുന്നൊരുക്കങ്ങളോ മുന്നറിയിപ്പുകളോ ഒക്കെ കൃത്യമായി ഉണ്ടായാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് കാര്യമായ ഒരു രക്ഷ നേടാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു അഭിപ്രായമായി അവർ പറയുന്നത്. വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. നമുക്ക് കാണാവുന്ന പോലെ കഴിഞ്ഞ മണിക്കൂറുകളിലൂടെ വലിയ പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു നിലയിലായിരുന്നു എങ്കിൽ ഇന്നിപ്പോൾ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? പോയിട്ട് ഇന്നലെ ഈ ഫെൻസിങ്ങിൻ്റെ പ്രശ്നമാണോ പ്രധാന വിഷയം ഇവിടുത്തെ? ഫെൻസിങ്ങിൻ്റെ പ്രശ്നം തന്നെയല്ല, ഇവിടെ വഴിവിളക്കില്ല എന്നുള്ളതാണ്, ഒരു വെട്ടമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്ദർഭം. ആളുകൾ നടന്നു പോകുന്ന പ്രദേശമായിട്ട് പോലും അല്ലേ? ഇല്ല. കുറച്ച് ഒരു മാസമെങ്കിലും വെട്ടം കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ വഴിവിളക്കില്ല. പിന്നെ തന്നെയല്ല ഫെൻസിങ് പോയിട്ട് ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി. പിന്നെ ഇവിടെ 9 മണി വരെയും യാത്ര ഉള്ളതാണ് ആൾക്കാർ. 8:40 ആകുമ്പോഴേക്കും നമ്മുടെ ലാസ്റ്റ് വണ്ടി കോതമംഗലത്ത് നിന്ന് വരുന്നത് ഉരുളന്തണ്ണി കവലയ്ക്ക് വരുന്നത് 8:40 ആകുമ്പോൾ ഇവിടെ വരും. ഇവിടുന്ന് പിന്നെ 2-3 പേരൊക്കെ ആയി കഴിയുമ്പോൾ ഒന്നിച്ചാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രാവിലെ 5 മണി മുതൽ അല്ലെങ്കിൽ 4 മണി മുതൽ ഇവിടുന്ന് റബ്ബർ വെട്ടാനും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആന തന്നെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. അതാണ് വലിയ ഭീതിയിലാണ്. ആന മാത്രമല്ല മറ്റു മൃഗങ്ങളുടെ ശല്യം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് ഈ പോകുന്ന പ്രദേശത്ത് നമുക്ക് കാണാവുന്നതല്ല, പോസ്റ്റിന് മുകളിലേക്ക് നോക്കിയാൽ നമുക്കൊരു ലൈറ്റ് അവർ ഇന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്നലെ ആ ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ ലൈറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ. ശരി ആൽവിൻ, ഏതായാലും ഈ വിഷയങ്ങൾ കൂട്ടായി അധികൃതർക്ക് മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഇത് മലയോര പ്രദേശത്തെ മാത്രം ആളുകളുടെ പ്രശ്നമല്ല എന്ന തിരിച്ചറിവിൽ ഈ വിഷയങ്ങൾ രാഷ്ട്രീയ സംഘടനകളടക്കം സജീവമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ എൽദോസിന്റെ മരണവും അവസാനത്തെ ഈ മരണവും സൂചിപ്പിക്കുന്നത്. ആസിം മുഹമ്മദും ആൽവിൻ തോമസുമാണ് വിശദാംശങ്ങൾ നൽകിയത് കുട്ടമ്പുഴയിൽ നിന്ന്.